ബജറ്റ് 700 കോടിയോളം. രാമായണത്തിനായി കൈകോർത്ത് AR റഹ്മാനും ഹാൻസ് സിമ്മറും. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നത്, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തുക. 2 ഭാഗങ്ങളിലായി എത്തുന്ന രാമായണയുടെ ആദ്യ ഭാഗം 2026 ദീപാവലിക്ക് തിയേറ്ററുകളിൽ എത്തും. ഇന്ത്യൻ സിനിമയിലൊന്നാകെ കാത്തിരിക്കുന്ന ചിത്രമാണ് രാമായണ. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നത്, സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തണേ. നിതീഷ് തിവാരി സംവിധാനം ചെയ്യുന്ന ചിത്രത്തിന് പ്രതീക്ഷ വാനോളമാണ്. രാമനായി രൺബീർ കപൂർ എത്തുമ്പോൾ സീതയാകുന്നത് സായി പല്ലവിയാണ്. രാവണന്റെ വേഷം യഷും കൈകാര്യം ചെയ്യുന്നു. സിനിമയുടെ ഷൂട്ടിംഗ് പുരോഗമിക്കുന്നതിനിടെ രാമായണയ്ക്ക് വേണ്ടി AR റഹ്മാനും ഹാൻസ് സിമ്മറും കൈകോർക്കുമെന്ന് വെളിപ്പെടുത്തി നിർമ്മാതാവ് നമീത് മൽഹോത്ര റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഹാൻസ് സിമ്മറും ഓസ്കാർ ജേതാവാണ്. പ്രമുഖ നിർമ്മാണ കമ്പനിയായ നമീത് മൽഹോത്രയുടെ പ്രൈം ഫോക്കസ് സ്റ്റുഡിയോസും കന്നഡ സൂപ്പർ താരം യഷിന്റെ ഉടമസ്ഥതയിലുള്ള മോൺസ്റ്റർ മൈൻഡ് ക്രിയേഷൻസും ഒന്നിച്ചെത്തുന്ന ചിത്രമാണ് രാമായണ. ബോളിവുഡിലെയും സൗത്ത് ഇന്ത്യയിലെയും പ്രമുഖ താരങ്ങൾ അണിനിരക്കുന്ന രാമായണ സിനിമയുടെ ബജറ്റ് 700 കോടിക്ക് മുകളിലാണെന്നാണ് വിവരം. രൺബീർ കപൂർ, സായി പല്ലവി, സണ്ണി ഡിയോൾ, ലാറ ദത്ത, രാകുൽ പ്രീത് സിംഗ്, കാജൽ അഗർവാൾ തുടങ്ങിയവരാണ് അഭിനേതാക്കൾ. 2 ഭാഗങ്ങളിലായി എത്തുന്ന രാമായണയുടെ ആദ്യ ഭാഗം 2026 ദീപാവലിക്ക്, രണ്ടാം ഭാഗം 2027 ദീപാവലിക്കും തിയേറ്ററുകളിൽ എത്തും. അടുത്തിടെയാണ് രാവണനായി താൻ എത്തുന്ന കാര്യം യഷ് സ്ഥിരീകരിച്ചത്. ഒരു നടൻ എന്ന നിലയിൽ അഭിനയിക്കാൻ ഏറ്റവും ആവേശകരമായ കഥാപാത്രമാണ് രാവണനെന്നും ആ വേഷമാകാൻ ആവേശത്തോടെ കാത്തിരിക്കുന്നുവെന്നും ആയിരുന്നു യഷ് മുൻപ് പറഞ്ഞത്. വേറെ ഏതെങ്കിലും കഥാപാത്രം ആയിരുന്നു തനിക്ക് അവർ ഓഫർ ചെയ്തിരുന്നെങ്കിൽ ഒരുപക്ഷെ വേണ്ടെന്ന് പറയുമായിരുന്നുവെന്നും യഷ് പറഞ്ഞിരുന്നു. സണ്ണി ഡിയോൾ ആണ് ചിത്രത്തിൽ ഹനുമാനെ അവതരിപ്പിക്കുന്നത്. വിഭീഷണന്റെ വേഷം ചെയ്യാൻ നിർമ്മാതാക്കൾ വിജയ് സേതുപതിയുമായി ചർച്ച നടത്തിയെന്ന് നേരത്തെ റിപ്പോർട്ടുകളുണ്ടായിരുന്നു. ആദ്യഘട്ടത്തിൽ ചിത്രത്തിന്റെ നിർമ്മാതാവ് മധു മണ്ടേന ആയിരുന്നു. പിന്നാലെ ഇയാൾ പിന്മാറി. എന്നാൽ അദ്ദേഹത്തിന്റെ ബാധ്യതകളും നഷ്ടപരിഹാരവും നൽകുന്നതിനെ തുടർന്ന് നോട്ടീസ് അയക്കുകയായിരുന്നുവെന്നും അതിനാണ് ചിത്രീകരണം തടസ്സപ്പെട്ടതെന്നുമാണ് വിവരം. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നത്, സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തണേ.